കലഹം കാമിനി മൂലമാണെന്നുള്ള നാരദന്റെ വാക്കുകൾ കേട്ട് പാണ്ഡവർ അതൊന്നുകൂടി വിശദീകരിക്കുവാൻ നാരദ മഹർഷിയോട് പറയുന്നു. അതുമാത്രമല്ല, ദ്രൗപദിയുടെ കാര്യത്തിൽ കലഹത്തിന്റെ സാധ്യത എന്താണെന്നും വിശദമായി പറയുവാൻ നാരദ മഹർഷിയോട് പാണ്ഡവർ വീണ്ടും ആവശ്യപ്പെടുന്നു. പാണ്ഡവരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞു: ദ്രൗപദി നിമിത്തം നിങ്ങൾ കലഹിക്കാതിരിക്കുവാനാണ് ചില വ്യവസ്ഥകൾ ഈ വിഷയത്തിൽ പാലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു കഥ നിങ്ങളോട് ഞാൻ പറയാം. സുന്ദന്റെയും ഉപസുന്ദന്റെയും കഥ. ആ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ നാരദ മഹർഷി കഥ പറയുവാൻ തുടങ്ങി. ഹിരണ്യകശിപുവിന്റെ വംശത്തിൽ നിഗംഭൻ എന്ന് പ്രസിദ്ധനായ ഒരസുരന്റെ പുത്രന്മാരായിരുന്നു സുന്ദനും ഉപസുന്ദനും. അതിശക്തരും വീരന്മാരുമായിരുന്നു അവർ രണ്ടുപേരും. രണ്ടു ശരീരങ്ങളെങ്കിലും ഒരു മനസ്സായി ജീവിച്ച സഹോദരങ്ങളായിരുന്നു അവർ. ഊണിലും ഉറക്കത്തിലും അവർ എപ്പോഴും ഒന്നിച്ചു തന്നെ. അങ്ങനെ ഒരിക്കലും വേർപിരിയാത്ത സഹോദരങ്ങളായി അവർ കഴിഞ്ഞു പോന്നു. 3 ലോകങ്ങളും കീഴടക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ അവർ വിന്ധ്യപർവ്വതത്തിലെത്തി അതികഠിനമായ തപസ്സിലേർപ്പെടുന്നു. അത്യുഗ്രമായ തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് ആ സഹോദരങ്ങളോട് ഇപ്രകാരം ചോദിച്ചു: നിങ്ങളുടെ കഠിനമായ ഈ തപസ്സിൽ ഞാൻ ഏറെ സംപ്രീതനായിരിക്കുന്നു. എന്തു വരമാണ് നിങ്ങൾക്ക് വേണ്ടത്? ചോദിച്ചാലും സുന്ദനും ഉപസുന്ദനും ബ്രഹ്മദേവനോട് വരം ചോദിച്ചു: ഞങ്ങൾക്ക് സകല മായാവിദ്യകളും അസ്ത്രവിദ്യകളും പൂർണ്ണമായി തന്നെ ലഭിക്കണം. 3 ലോകങ്ങളിൽ നിന്നുള്ള ചരാചരങ്ങളിൽ നിന്നോ മറ്റു ജീവികളിൽ നിന്നോ ഞങ്ങൾക്ക് മരണം സംഭവിക്കരുത്. അഥവാ മരണം സംഭവിക്കുകയാണെങ്കിൽ അതിനു കാരണം ഞങ്ങൾ അന്യോന്യമായിരിക്കണം. സുന്ദനും ഉപസുന്ദനും ഈ വരം ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ശരി, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വരം നൽകി ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. അങ്ങനെ ബ്രഹ്മാവിൽ നിന്നും വരപ്രസാദം ലഭിച്ച ആ സഹോദരങ്ങൾ കരബലം കൊണ്ട് 3 ലോകങ്ങളെയും ജയിച്ചു കീഴടക്കി. ദേവന്മാരെല്ലാം ഇവരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവലോകത്തു നിന്നും രക്ഷപ്പെട്ടു പോയി. ഭൂമിയിൽ യാഗങ്ങളെല്ലാം മുടങ്ങി. മഹർഷിമാരുടെ തപസ്സും ഈശ്വര ആരാധനയുമെല്ലാം ആ സഹോദരങ്ങൾ തടസ്സപ്പെടുത്തി. ആ മഹാസുരന്മാരുടെ ക്രൂരകർമ്മങ്ങൾ കൊണ്ട് ഭൂമി മരുപ്രദേശം പോലെയായി തീർന്നു. 3 ലോകത്തിന്റെയും ഈ ദുസ്ഥിതി കണ്ട് മഹർഷിമാരും ദേവന്മാരുമെല്ലാം വല്ലാതെ ദുഃഖിച്ചു. അവരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു. സുന്ദനും ഉപസുന്ദനും വരം നൽകി അനുഗ്രഹിച്ചത് ബ്രഹ്മാവാണല്ലോ. അതുകൊണ്ട് ബ്രഹ്മദേവന്റെ അടുത്തു പോയി ഈ വിവരങ്ങളെല്ലാം പറയുക. വരം നൽകിയ അദ്ദേഹം തന്നെ ഇതിനൊരു പരിഹാരം കാണട്ടെ. അങ്ങനെ അവർ ബ്രഹ്മാവിനെ കണ്ട് സങ്കടം പറയുന്നു. വരപ്രഭാവം കൊണ്ട് അവർ 3 ലോകങ്ങളും കീഴടക്കി. മറ്റാരിൽ നിന്നും അവർക്ക് മരണവും സംഭവിക്കുകയില്ല. സുന്ദനും ഉപസുന്ദനും പരസ്പരം കലഹിക്കുകയുമില്ല. ഇനി എന്താണ് ഒരു പോംവഴി? ബ്രഹ്മാവ് കുറെ നേരം ആലോചിച്ചിരുന്നു. പിന്നീട് എന്തോ തീരുമാനിച്ചതുപോലെ അദ്ദേഹം വിശ്വകർമാവിനെ ക്ഷണിച്ചു വരുത്തുന്നു. വിശ്വകർമാവ് ബ്രഹ്മാവിന്റെ അരികിലെത്തി. വിശ്വകർമാവിനോട് ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു: അതിസുന്ദരിയായ ഒരു സ്ത്രീയെ ഉടൻ തന്നെ സൃഷ്ടിക്കുക. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ വിശ്വകർമാവ് 3 ലോകങ്ങളിലുമുള്ള സൗന്ദര്യമെല്ലാം സമാഹരിച്ച് വിശ്വമോഹിനിയായ ഒരു യുവതിയെ സൃഷ്ടിക്കുന്നു. എല്ലാവിധത്തിലുമുള്ള ആഭരണങ്ങൾ അണിയിച്ച് ബ്രഹ്മാവിന്റെ അരികിൽ കൊണ്ടുവന്നു. ആ സുന്ദരിക്ക് ബ്രഹ്മാവ് തിലോത്തമ എന്ന പേരു നൽകി. എന്നിട്ട് ആ സുന്ദരിയെ ബ്രഹ്മാവ് സുന്ദന്റെയും ഉപസുന്ദന്റെയും അടുത്തേക്ക് അയച്ചു. ഈ സുന്ദരി നിമിത്തം അവർ തമ്മിൽ കലഹമുണ്ടാക്കുക എന്നതായിരുന്നു ബ്രഹ്മാവിന്റെ ലക്ഷ്യം. അങ്ങനെ തിലോത്തമ സുന്ദന്റെയും ഉപസുന്ദന്റെയും അരികിലെത്തുന്നു. 3 ലോകങ്ങളുടെയും അധിപന്മാരായി തീർന്ന അവർ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആവോളം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. നിരവധി കാമിനികളുമായി അങ്ങനെ സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് തിലോത്തമ അവരുടെ അരികിൽ എത്തുന്നത്. അവരിൽ നിന്നും അല്പം അകലെയായി തിലോത്തമ നിന്നു. തന്റെ അംഗചലനങ്ങൾ കൊണ്ടും സ്വരമാധുരി കൊണ്ടും രണ്ടുപേരുടെയും ശ്രദ്ധയെ തിലോത്തമ ആകർഷിച്ചു. തിലോത്തമയെന്ന ആ സുന്ദരിയെ കണ്ട് സുന്ദനും ഉപസുന്ദനും അവളുടെ അരികിലേക്ക് ഓടിയെടുത്തു ഒരുപോലെ. അവർ ഒന്നിച്ച് അവളുടെ 2 കൈകളിലും പിടിച്ചു. വലത്തെ കൈ പിടിച്ച സുന്ദൻ പറഞ്ഞു: ഇവൾ എന്റെ ഭാര്യയാണ്, അതുകൊണ്ട് നിന്റെ ജ്യേഷ്ഠത്തിയാണ്. ഇതുകേട്ട് ഇടത്തെ കൈയിൽ പിടിച്ചിരുന്ന ഉപസുന്ദൻ പറഞ്ഞു: ഇവൾ എന്റെ ഭാര്യയാണ്, അതിനാൽ നിന്റെ അനുജത്തിയാണ്, നീ കൈവിടൂ. 2 പേരും വിടാൻ ഭാവമില്ല. 2 പേരും പിന്മാറാതെ കലഹിക്കുന്നു. ഇത് കണ്ട് തിലോത്തമ പറഞ്ഞു: ജ്യേഷ്ഠാനുജന്മാരായ നിങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ഭാര്യയായിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ആരുടെയെങ്കിലും ഒരാളുടെ ഭാര്യയായിരിക്കുവാൻ എനിക്ക് സമ്മതവുമാണ്. പക്ഷേ അത് ആരാവണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 2 പേർക്കും തിലോത്തമയെ വിട്ടുകൊടുക്കുവാൻ ഭാവമില്ല. ജീവിതത്തിൽ ഇത്രനാളും ഒരേ മനസ്സായി ജീവിച്ചവർ അതാ ആദ്യമായി ഒരു പെണ്ണിന്റെ പേരിൽ കലഹിക്കുവാൻ തുടങ്ങുന്നു. അന്യോന്യം അവർ വൈരികളായി തീർന്നു. തിലോത്തമയുടെ സൗന്ദര്യത്തിൽ മതിമറന്നുപോയ സുന്ദനും ഉപസുന്ദനും ആയുധം കയ്യിലെടുത്തു കഴിഞ്ഞു. അങ്ങനെ അവർ 2 പേരും വലിയ യുദ്ധത്തിലേക്ക് വഴുതി വീണു. പോരാട്ടം ആരംഭിക്കുന്നു. തിലോത്തമയ്ക്ക് വേണ്ടി അന്നേ വരെ ഒരേ മനസ്സായി ജീവിച്ചിരുന്ന സുന്ദനും ഉപസുന്ദനും
അതിഘോരമായ ഗദായുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഒടുവിൽ അന്യോന്യമുള്ള ഗദാപ്രഹരമേറ്റ് സുന്ദനും ഉപസുന്ദനും മരിച്ചു വീണു. ലക്ഷ്യം നിറവേറ്റിയ തിലോത്തമ സന്തോഷത്തോടെ ബ്രഹ്മാവിന്റെ അരികിലേക്ക് മടങ്ങിയെത്തി. നാരദ മഹർഷി കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ശേഷം പാണ്ഡവരെ അദ്ദേഹം ഉറ്റുനോക്കുന്നു. ഈ കഥയിലൂടെ നാരദ മഹർഷി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പാണ്ഡവർക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി. നാരദ മഹർഷി തുടർന്നു, അല്ലയോ പാണ്ഡവന്മാരെ, ഇതാണ് കാമിനി മൂലമുണ്ടാകുന്ന ആപത്ത്. ഇതുപോലെ ദ്രൗപദി നിമിത്തം നിങ്ങൾ കലഹമുണ്ടാകാതിരിക്കുവാൻ ഒരു വ്യവസ്ഥ നിർമ്മിക്കുക. ക്രമപ്രകാരം ഒരാളോടൊത്ത് 1 വർഷം ദ്രൗപദി കഴിയുക. അങ്ങനെ അന്തഃപുരത്തിൽ കഴിയുന്ന അവസരത്തിൽ മറ്റൊരാൾ അവിടേക്ക് കടന്നു ചെന്നാൽ ആ ചെല്ലുന്നയാൾ 12 വർഷം കാട്ടിൽ വസിക്കണം. എന്താ, ഇപ്രകാരം ഒരു വ്യവസ്ഥ പാലിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾ ഒരുക്കമല്ലേ? പാണ്ഡവരോട് നാരദ മഹർഷി ചോദിച്ചു. തീർച്ചയായും മഹർഷേ, അങ്ങ് പറഞ്ഞ ഈ വ്യവസ്ഥകൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ്. പാണ്ഡവർ ഒരേ മനസ്സോടെ പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷി നിർദ്ദേശിച്ച ആ വ്യവസ്ഥ പാലിക്കാമെന്ന് മഹർഷിയുടെ മുൻപിൽ വെച്ചു തന്നെ പാണ്ഡവർ പ്രതിജ്ഞ ചെയ്യുന്നു. അതിനുശേഷം നാരദൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്തു.